ഇങ്ങോട്ട് അതിലേ പാവുന്നു, അങ്ങോട്ട് പാവുന്നു. നമ്മുടെ ഇവിടെ ഇതാ ഗോവിന്ദ് തിരുവല്ലക്കാരൻ. അല്ല, ഇത് നേരെ വന്നിട്ട് തിരിക്കാൻ പാടാം, വന്നിട്ടേ തിരിക്കാൻ പാടാം. അപ്പോൾ റിവേഴ്സിലേക്ക് വരാമെങ്കിൽ എല്ലാവരും കൂടെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നൊരു പറയാം. പറഞ്ഞോ. ചോദിച്ചോ അപ്പുറത്തെ സൈഡിലോ? അല്ല, സന്തോഷം പറയുന്നത് എല്ലാവരും കൂടെ ബസ്സിൽ കിട്ടി ഇന്നൊരു ഫോട്ടോ എടുക്കാൻ. നല്ല പോലെ നല്ല നാളെ രാവിലെ ആയിരിക്കുന്നു. കയറിക്കും. Get out! വേറെ ഗസ്റ്റാണ്. അല്ല, ഗസ്റ്റാണ്. ലാസ്റ്റ് 3 ഹെയർ ബെല്ലില് 1 ഹെയർ ബെല്ല് എടക്കൽ കേവ്സിലേക്ക് പോകുന്നത്. നമ്മൾ എടക്കൽ കേവിൽ പോകാൻ പറ്റില്ല, കാരണം ഈ ഒരു ടൈമിൽ നമുക്ക് പറ്റില്ല. പിന്നെ നമ്മുടെ ടൈമും നമുക്ക് കിട്ടില്ല, കാരണം ഈ ടൈമിൽ നമുക്ക് പോകാൻ പറ്റില്ല. അവിടെ ഇവിടുന്ന് നമുക്കൊരു 6 കിലോമീറ്റർ ഉണ്ട്. ചൂട് ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞത് സുരേഷ്. അത് ഫ്രീ ഒന്നും അല്ല, ചുമ്മാ കേട്ടോ, ടിക്കറ്റ് എടുക്കണം. അതാ ഇത് കരുണാനിധി. കറക്റ്റ്. ആണോ? എളിവ് വേണ്ടേ? ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ വായിക്കുമല്ലോ. ഒരു 20ൻ്റെ കിട്ടുമോ? 10 ചിലപ്പോൾ അങ്ങ് അടിച്ചടിച്ച് പോവാം. അല്ലെ 15 മതി. അതെ, എനിക്കൊന്ന് ഈ മൈക്ക് ഇച്ചിരി ബോട്ട്സ് കൂടിയാണ്, അപ്പം അതേ താങ്ങുന്നില്ല. അല്ല, ഇപ്പൊ എത്ര മണിയാണ് കയറിയാണെന്ന് വന്നത്? 22 പറഞ്ഞാൽ പോരെ, 2 എണ്ണം പറഞ്ഞു.
ഗോപൻ എണ്ണീട്ടായിരിക്കും വന്നത്. തേൻ ശേഖരിക്കാൻ മീനൊക്കെ തേയില കാപ്പി അതാ ഇടുന്നുണ്ടല്ലോ, നിങ്ങൾ ആരും അത് കാണുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയാം. ആ ഇട്ടിരുന്നതേ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നു. ഇത് പഴയ ഒറ്റാലായിരിക്കും. അത് ഇവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റർ വേണം. അതുകൂടെ കണ്ടിട്ടല്ലേ പിന്നെ പോയിട്ട് അതുപോലെ തിരിച്ചു വരണം നമ്മളിത് കാണാനായിട്ട്. നമുക്ക് ഇറങ്ങി ഇനിയിപ്പം തിരിച്ച് മീനങ്ങാടി വഴിയാണ് വരിക. നമ്മൾ മീനങ്ങാടി വഴിയാണല്ലോ അങ്ങോട്ട് പോയത്. അതെ അതെ, നല്ല അഡ്വഞ്ചറസാണ്, നല്ല രസമായിരിക്കും. ഇവിടെ മ്യൂസിക് ഉണ്ടോ? മറ്റേ വെള്ളത്തിൻ്റെ ഇല്ല, ജസ്റ്റ് ഗാർഡനും. ഞാൻ വിചാരിച്ചു നമ്മുടെ കൂട്ടത്തിലുള്ള ചിരിക്കുന്നു. അതാ അവർ ചിരിച്ചോണ്ട് പോന്നു. ഞാൻ വിചാരിച്ചു എന്നെ കണ്ട് ചിരിച്ചതായിരിക്കും. പഴയ പേര് മുമ്പ് കണ്ടു പരിചയം പറഞ്ഞത്. ഇവിടെ അവിടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. എന്തായാലും മിസ് ചെയ്യണ്ട സിപ്ലൈന്. ഇവിടെ വരുമ്പോൾ അത് എടുത്തിട്ട് നമുക്ക് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. പക്ഷെ അത് പ്രായവാ. നമ്പർ അതല്ലേ ഉള്ളൂ. അല്ല കുഴപ്പമില്ല, എന്നാലും എന്തോ സമയം എടുക്കും. അവിടെ ജീപ്പിൽ കൊണ്ടുപോകും. അപ്പുറത്ത് നമുക്ക് ഇങ്ങോട്ടേക്കും അതാ അതിനെന്തോ സമയം എടുക്കും. എല്ലാം കൂടി ഒരു അരമണിക്കൂറിനകത്ത് പരിപാടി എല്ലാം കഴിയും. അങ്ങോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവരുമല്ല, വേറെ വണ്ടിയിൽ വരണം. വണ്ടിയിലല്ല, നമ്മൾ ഊർന്നാ വരും. ജീപ്പിൽ അങ്ങോട്ട് പോകും. അവിടെ നമ്മൾ ലൈനിലേക്ക് പോകും. അതന്നെ വൺ സൈഡ് ട്രാക്ക് ഉണ്ട്. എടുക്കുന്നോ സാറേ? വേണ്ട നല്ല രസമാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഫാമിലിയൊക്കെ വന്ന സമയത്ത് നോക്കട്ടെ, വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അതന്നെ ആരെങ്കിലും സിപ്പ് ലൈനിൽ ആരെങ്കിലും സിപ്ലൈനിൽ കയറും സാറേ. സിപ്ലൈനിൽ നമുക്ക് ജീപ്പിൽ പോകാം. ജീപ്പിൽ പോകാം, അപ്പുറത്തെ കുന്നിലേക്ക് പോകാം. അവിടുന്ന് സിപ്ലൈനിൽ നമുക്ക് തിരിച്ചു വരാം. ഇവരെല്ലാം നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. ഇവിടെ വരവൊക്കെ കണ്ട് വീഡിയോ ഒക്കെ പിടിച്ച്. എന്നാ ആരെങ്കിലും ഉണ്ടോ ഞാനിവിടെ വരാം. ഉണ്ട്, ഇനിയുണ്ടല്ലോ, ഇനിയും കൈ വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ? എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? ആ അതാണ്ട് 3 4. ഓക്കെ സുരേഷ് ഫോട്ടോ എടുത്തോണ്ട് ആ ട്രാവലിൽ നമുക്ക് ഈ വ്യൂ മൊത്തം കാണാൻ പറ്റും. അതൊരു രസമുള്ള കാര്യം. സാർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലോ. എത്ര പേരാ അപ്പോൾ? 1 2 3 4 5 ഉണ്ണിയുണ്ടോ? സിപ്ലൈൻ ഫാൻ ഫ്രീ ആണോ? ആദ്യം ഒന്ന് കാണാം എന്താന്നുള്ളത് അല്ലേ? ഒരു വള്ളിയെ കെട്ടി നമ്മൾ അതെ അതെ അതെ. ഞങ്ങൾ 5-6 കേരളത്തിൽ ലോങ്സ്റ്റ് സിപ്പ് ലൈൻ ആണ്. ഞങ്ങൾ 5-6 പിള്ളേർ പോകുന്നുണ്ട്. കിളവന്മാരോ കിളവികളോ വരുന്നുണ്ടെങ്കിൽ വാന്ന് പറഞ്ഞല്ലേ. എന്നാലെങ്കിലും വരട്ടെ, ഇവരെ ചലഞ്ചിങ് ആക്കുക. ഗോപൻ ഇല്ലേ? ഞാനുണ്ട്. അല്ല ആളുണ്ട്. 5-6 പേരായി. നിങ്ങളൊരു കാര്യം ചെയ്യും, അതെല്ലാം കാണും കയറി പറഞ്ഞാലും. അതാ
വേണുവിൻ്റെ കൂടെ കണ്ടിട്ടുണ്ട്. ഞങ്ങളെടുക്കാം. ഞാനത് സ്ഥലമൊന്ന് കാണിക്കട്ടെ. താങ്ങുമോ നോക്കും ഇല്ലയോ? അതെ, നമ്മൾ എക്സൈറ്റിംഗ് ആണ്. അല്ല, അത് നമുക്ക് പറ്റുന്നതാണോ ആദ്യം നോക്കണം. കാണിച്ചു എടുത്തിട്ടുണ്ട് ചേച്ചി, നോക്കാം. ആദ്യം ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് എടുക്കാതെ പറയാൻ പറ്റില്ലോ. നോക്കട്ടെ. ഇങ്ങോട്ട് വരും. അവിടെ നിന്ന് പിന്നെ എങ്ങനെ ഇങ്ങോട്ട് വരുന്നത്? അവിടെ പോയിട്ട് ഇങ്ങോട്ട് അവിടെ നിന്ന് നടന്നു വരണം. അതോ ഒരു ചവിട്ടും തന്നു വിടുമായിരിക്കും അല്ലേ? അല്ല, പിന്നെ അതുകൊണ്ട് അതിലേ നടന്നു വരണമെന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ടില്ല മതിൽ കാണുന്നില്ല. ചൈന മതിലിൻ്റെ മണ്ടയ്ക്ക് സ്റ്റില്ലോ നമുക്ക് ആ ഒരു പരിപാടിയില്ല. അതിനകത്ത് നിന്ന് സ്റ്റില്ലെടുത്ത് തരാം വീഡിയോയ്ക്കകത്ത്. ജീപ്പ് പറഞ്ഞ ഒരാളെ കൊണ്ടുപോകുന്നുണ്ട്. ലൈറ്റ് കൂടുതലാ കേട്ടോ, ഷെയ്ഡ് വരും. തിരിഞ്ഞു തന്നാണ് കിട്ടും കിട്ടും. കറക്റ്റ്. ആ, വ്യൂ ശരിയാണ്. അല്ല, അങ്ങനെ വേണേൽ അവിടെ ഒന്നും കിടക്കില്ല. അപ്പോൾ ഷെയ്ഡ് വരും. ആ, അവിടെ ഓക്കെ. ആ, അത് മതി. അവിടെ നിന്ന് പോയി കേട്ടോ. ഇത് ഞാനിതാ മുമ്പേ ഉദ്ദേശിച്ചേ. അവിടെ കാണാൻ വെച്ച് നിന്ന് പോയെങ്കിലേ ഇല്ല. ഒരു സ്ത്രീ തെങ്ങേ കയറി ചേച്ചി പിന്നെ തണ്ടാൻ പോയി തോളയിൽ എടുത്തു വെച്ച് ഇറങ്ങേണ്ടി ഗതികേട്. അല്ല, അതറിഞ്ഞില്ലേ? പേപ്പറിലുണ്ടായിരുന്നു. ആ, ഒരു സ്ത്രീ മറ്റേ കയറുന്ന ഒരു സ്ഥാനം ഉണ്ടല്ലോ, അത് വെച്ച് കയറി മോളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇറങ്ങാൻ പോയി. അവസാനം പിന്നെ തണ്ടാൻ മോളിൽ കയറി എന്ന് പറഞ്ഞ പോലെ ജെസ്സി വരേണ്ടി വരും പിന്നെ എന്നെ എടുത്തോണ്ട് വരാം. നീ വരേണ്ടി വരും പിന്നെ അടുത്ത് എന്നെ അടുത്ത്. ഓ അങ്ങനാണോ? എസ്കേപ്പോ? അവർ നമുക്ക് ഡെമോയാ. അവർക്ക് അതൊരു ഡെമോയാണ്. ഇത് അവരുടെ സ്റ്റാഫാണ്. അത് പിടിച്ചാൽ അവർ വലിക്കും. ഇത് അവരുടെ സ്റ്റാഫാണ്. എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായാലും പേടിക്കണ്ടെന്നുള്ളത്.
അത് മാത്രമല്ല ഇതെങ്ങനെ പൊട്ടിപ്പോയെങ്കിൽ അത് പിന്നെ ലൂസാണ്, അത് പിന്നെ സിമ്പിളാണ്. അല്ല എങ്ങാനും പൊട്ടിപ്പോയെങ്കിൽ പോകത്തില്ല, അത് പൊട്ടിപ്പോകത്തില്ല. പിണറായിയുടെ സാധനമല്ലേ? പിണറായിയുടെ അല്ല, മറ്റേ ടൂറിസം എന്തോ മരുമോനെ, അവന് ടൂറിസം. അത് ഒരു മെയിൻ്റനൻസും ഇല്ലാതെ കിടക്കുന്നതായിരിക്കും പിണറായി. ഇത് ആൾക്കാരെ ഇളക്കും എന്തിനാണെന്നറിയാം? അല്ല അപ്പുറം കാണാം അവിടെ. താങ്ക് യു. നടക്കുമോ? കണ്ടിട്ട് വരാ. ഈ ചൂട് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന ചൂടാ കേട്ടോ. പോണ്ടായോ? വരുന്നോ? അല്ല കാര്യമായിട്ട് പറഞ്ഞാ അതിനാ ഗോവിന്ദ് വെള്ളം എടുക്കാൻ പോയി. വീട്ടിൽ നമ്മൾ തിരിച്ചറിയത്തില്ല, വേർക്കത്തില്ല പക്ഷെ വീണുവാൻ മതി. വേണ്ടേ? പോണ്ടേ? ഇങ്ങനെ ഇവിടെ അവിടെ കണ്ടാലും ഇവിടെ കണ്ടാലും എല്ലാവരും എന്നപ്പാ വെറുതെ നമ്മൾ അതാ നമ്മൾ വിചാരിക്കുന്ന അത് പുള്ളി നേരത്തെ പറഞ്ഞു സൺസ്ട്രോക്ക് പോലെ. ഇവരെ എങ്ങാണ്ട് കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ഈ കപ്പലിനെ ചാരുമൂട്ടിലാണോ വീട്? ഞങ്ങൾ ചാരുമൂടൻ. ഓ അടുത്തടുത്തുള്ള അങ്ങനെ ഒരു പരിചയം അതാ പോയി കണ്ടവര്. അതാ കൊള്ളാതെ പറയാൻ വരാൻ അങ്ങോട്ട്. അതാ സുരേഷ് അല്ലേ അവരെ ഒന്ന് ഗോവിന്ദനോടങ്ങ് പറഞ്ഞേക്കാവോ? അവരെയും കൊണ്ട് അവിടെ നിൽക്കുവാന്ന് തോന്നുന്നു. അതാ എനിക്ക് വിശക്കുന്നേ ഇല്ല. അന്നേരം അല്ലേ ആർത്തി പണ്ടാരം വാ തുറക്കുന്നതെന്ന് കണ്ട് പറയുന്നേ. അങ്ങനെങ്കിലും ഒന്ന് കുളിച്ചല്ലേ. കാണാനേ മാനിനെ കൊണ്ടായിരുന്നു.